ശ്രീ ഇ.ടി. മുഹമ്മദ് ബഷീർ, അങ്ങ് ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിയുമായി, കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി സംസാരിക്കുകയും ഉടനടി നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയതായി കേരളത്തിലെ മാധ്യമങ്ങളെ അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇന്നിപ്പോൾ അതിനിർണായകമായ ഒരു കൂടിക്കാഴ്ച നടക്കുകയാണ്. സാധാരണഗതിയിലാണ് എങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് ഇതെല്ലാം വളരെ പെർഫെക്റ്റായി നടക്കും എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായില്ല. നമുക്കൊരു ദുരനുഭവമുണ്ട്. ഇനി അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ പുലർത്തേണ്ട ജാഗ്രത, ഈ ചർച്ചയിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? ഇതില് നിങ്ങൾ ചോദിച്ചു വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ഇതിൽ വന്നതൊരു അബദ്ധമുണ്ട്. ആ അബദ്ധം ആവർത്തിക്കാതിരിക്കാനും ഇതിലെ കുറ്റങ്ങൾ, അതിന് പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനും NHAന്റെ പ്രവർത്തനം നിശ്ചയമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൂടാ. NHAന്റെ പ്രവർത്തനം അനിവാര്യം തന്നെയാണ്. ഈ വന്ന അപാകതകൾ പരിഹരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അപ്പൊ അതിൽ എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്. കാരണം വെച്ചാൽ ഇത് ശ്രീ ടി. മുഹമ്മദ് ബഷീർ, കേൾക്കാം. അങ്ങ് യാത്രയിലാണെന്ന് തോന്നുന്നു. അതുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുണ്ടോ? ഇന്നിപ്പോ അങ്ങേക്ക് മുന്നിൽ വെക്കാനുള്ള നിർദ്ദേശം എന്തൊക്കെയാണ്? അതെ, അപ്പൊ അന്നത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ പേരില് നടപടിയെടുക്കാൻ പറഞ്ഞിരുന്നു. മാത്രം കോൺട്രാക്ട് ഡിബാർ ചെയ്യാൻ പറഞ്ഞു. ഇതൊക്കെ നടന്നു. IITയിലെ എക്സ്പെർട്സിനെയും കൂട്ടിയിട്ട് ഇതിന്റെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള അന്വേഷണം നടത്താനുള്ള സംവിധാനം അതൊക്കെ ഓർഡർ ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇതിലിപ്പോ തീർച്ചയായിട്ടും മിനിസ്റ്റർ അത് വളരെ ഗൗരവമായിട്ട് അന്ന് എടുത്തു. അപ്പൊ മുഖ്യമന്ത്രിയും പിന്നെ NHAന്റെ മിനിസ്റ്ററും തമ്മിൽ എല്ലാം കൂടിയിട്ടുള്ള ഒരു ഡിസ്കഷനിൽ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം വന്നതിന്റെ പ്രത്യാഘാതങ്ങൾ മറ്റു സ്ഥലത്തുണ്ടാകുമോ, ഉണ്ടെങ്കിൽ അതിന്റെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള കാര്യം എന്താണ്, എന്നിട്ടാതി കാര്യങ്ങൾ വളരെ കൺസ്ട്രക്റ്റീവായിട്ടൊരു തീരുമാനത്തിലേക്ക് പോകാൻ ഇന്നത്തെ മീറ്റിംഗ് സഹായകരമായി തീരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇതിന്റെ ഗൗരവം എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് നല്ല പ്രതീക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്. നല്ലതാണ്, നല്ല തീരുമാനം വന്നിട്ട് അത് പ്രകാരം മുന്നോട്ട് പോകാനുള്ള സാധ്യത തെളിയും ഇന്നത്തെ മീറ്റിംഗ് എന്നാണ് എന്റെ ബോധ്യം. ശരി, വളരെയധികം നന്ദി ശ്രീ ടി. മുഹമ്മദ് ബഷീർ. ഞങ്ങളോട് സംസാരിച്ചതിന് വളരെ പോസിറ്റീവാണ് ഇന്ന് നടത്തുന്ന ചർച്ചയെ അങ്ങ് അദ്ദേഹം കാണുന്നത്.